ഇതാണ് സഞ്ചരിക്കുന്ന റേഷൻ കട. അതായത് ഞാനിപ്പോൾ ഉള്ളത് ചിണ്ടക്കി എന്ന് പറയുന്ന സ്ഥലത്താണ്. ചിണ്ടക്കി പറയുന്ന സ്ഥലത്ത് റേഷൻ കടയുടെ മുമ്പിലാണുള്ളത്. ഇവിടെ നിന്നാണ് ഈ സഞ്ചരിക്കുന്ന റേഷൻ കട പുറപ്പെടുന്നത്. അട്ടപ്പാടി ഭാഗത്ത് ഉൾ ഏരിയ, അതായത് വനപ്രദേശങ്ങളുടെ ഉള്ളിലൊക്കെ താമസിക്കുന്ന ഒരുപാട് ജനങ്ങളുണ്ട്. അവർക്ക് ഈ ഭാഗത്ത് ഈ റേഷൻ കടയിൽ എത്തിപ്പെടാൻ വളരെ പ്രയാസമാണ്. കാരണം ഈ കാടും മലയൊക്കെ കയറി ഇറങ്ങി അവർക്ക് ഇവിടെ വന്ന് സാധനങ്ങൾ മേടിച്ചിട്ട് പോകാന്ന് പറഞ്ഞാൽ വളരെയധികം പ്രയാസമാണ്. അപ്പൊ അവർക്ക് വേണ്ടി സർക്കാർ ഒരുക്കിയ ഒരു സംഭവമാണ് സഞ്ചരിക്കുന്ന റേഷൻ കട എന്ന് പറയുന്നത്. അവരെ സംബന്ധിച്ച് വളരെയധികം ഉപകാരമുള്ളൊരു സംഭവമാണ് ഇത്. വണ്ടി സൗകര്യം ഇല്ലാത്തതുകൊണ്ട് ഇവിടെ വീട്ടിലേക്ക് എത്തിച്ചു തരുന്നതുകൊണ്ട് ഞങ്ങൾക്ക് വളരെ സൗകര്യമാണ്. അതുപോലെ തന്നെ ഇവിടുന്ന് താഴെ പോയി വാങ്ങണമെങ്കിൽ ഞങ്ങൾക്ക് ഈ ജീപ്പ് വാടക ഇതൊക്കെ ആകുമ്പോൾ വളരെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമായി ഞങ്ങൾക്ക് തോന്നുന്നു. സർക്കാർ നല്ലൊരു കാര്യം ചെയ്തു. സർക്കാർ ഇതൊരു നല്ലൊരു കാര്യമാണ് ചെയ്തു തന്നിരിക്കുന്നത്. ശിങ്കപ്പാറ, മുതിക്കുളം, തടിക്കുണ്ട്, കിണറ്റിൻകര, മുരുകള എന്നിങ്ങനെ 5 ഉന്നതികളിലാണ് സഞ്ചരിക്കുന്ന റേഷൻ കട വഴി റേഷൻ വിതരണം നടത്തുന്നത്. മാസത്തിലെ എല്ലാ വ്യാഴാഴ്ചയുമാണ് ഉന്നതികളിലേക്ക് റേഷൻ കടയുടെയും റേഷൻ ഇൻസ്പെക്ടറുടെയും നേതൃത്വത്തിൽ സഞ്ചരിക്കുന്ന റേഷൻ കട എത്തുന്നത്. ഇതിനു പുറമെ അട്ടപ്പാടി മേഖലയിൽ 48 റേഷൻ കടകളിലൂടെയും ഭക്ഷ്യധാന്യ വിതരണം നടക്കുന്നുണ്ട്. പുതൂര്, അകളി, ഷോളയൂർ എന്നീ ഗ്രാമപഞ്ചായത്തുകളിലായി യഥാക്രമം 10, 24, 14 റേഷൻ കടകളാണ് ഉള്ളത്. മേഖലയിൽ 21,258 റേഷൻ കാർഡ് ഉടമകളാണ് ഉള്ളത്. ഇതിൽ 9,886 അന്ത്യോദയ അന്നയോജന, 5,890 ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള മുൻഗണനാ വിഭാഗം, പൊതുവിഭാഗം, സബ്സിഡി വിഭാഗത്തിൽപ്പെട്ട 2,717 കാർഡ് ഉടമകളും 2,765 മുൻഗണനേതര കാർഡ് ഉടമകളും NPI വിഭാഗത്തിൽ ഉൾപ്പെട്ട 143 റേഷൻ കാർഡ് ഉടമകളുമാണ് ഉള്ളത്.